നമസ്കാരം. ഇവിടെ ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഇഞ്ചി ജീരകം ചിക്കൻ കറി എന്ന് പറയും. ഇത് ഒരു ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പിയാണ്. ഇവിടെ ഇഞ്ചിയുടെയും ജീരകത്തിൻ്റെയും മണവും ടേസ്റ്റും ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഇത് ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ കറി വെളിച്ചെണ്ണ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടെടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഉള്ളീനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളി വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ മസാലയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഫ്രൈ ആക്കാം. എന്നിട്ട് 300 ഗ്രാം ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊരു 15 മിനിറ്റ് ചിക്കനെ ഒരു പകുതി വേവാവുന്ന വരെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം. 15 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ചെറുതാക്കിയിടാം. മിക്സി ജാറിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഫ്രഷായിട്ട് തുരുവിയ തേങ്ങ ഇതിലേക്ക് ഇട്ടെടുക്കുകയാണ്. 1 ടീസ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ മാവ് പോലെ അരച്ചെടുക്കാം. ഈ തേങ്ങ ജീരകത്തിൻ്റെ പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയിട്ട് തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ടേസ്റ്റ് കൂടിയും ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് ഗ്രേവി ഡ്രൈ ആയി വരണം. ഗ്രേവി ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അരമണിക്കൂർ ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഗ്രേവി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി ജീരകം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ കറി വന്നിട്ട് വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈ ജീരകം പിന്നെ തേങ്ങയുടെ പേസ്റ്റ് ചേർക്കുന്നതിനെക്കാട്ടിലും മുന്നേ ചിക്കനെ നന്നായിട്ട് മസാലയിൽ ഒന്ന് പകുതി കുക്കാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ മുളക് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കരുത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം. പിന്നെ 1 ടീസ്പൂണിനെക്കാട്ടിലും കൂടുതൽ കുരുമുളക് പൊടി ചേർക്കരുത്. കുരുമുളക് പൊടി കൂടുതൽ ഇടുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മളിവിടെ കൊത്തമല്ലിയുടെ ഇല വെച്ചിട്ട് ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ജീരകവും പിന്നെ ഇഞ്ചിയുടെയും ഫ്ലേവറും മണമാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ചെയ്യാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.